പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാഴ്ചയാണ് സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം. ഞാനൊരു സ്ത്രീ തന്നെയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് മറ്റുള്ള സ്ത്രീകൾ കാണിക്കുന്ന അഴിഞ്ഞാട്ടത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കൂടുതലായിട്ടും ശരീരപ്രദർശനമാണ് കണ്ടുവരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിച്ച് വയലെ വെള്ളം പറ്റിയെന്ന് വേണം പറയാനായിട്ട്. കാരണം ഒരു നാണവും മാനവും ഇല്ലാതെ കുറേ സ്ത്രീകൾ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അത് ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഈ നഗ്നത പ്രദർശനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് കാണിച്ചാലേ റീച്ച് ഉള്ളെന്ന് ചില സ്ത്രീകൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൽ കുറേയധികം ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ നിമിഷ ബിജുവിൻ്റെ ഒരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിനൊക്കെ നമ്മൾ പറയേണ്ടത്? എല്ലാവർക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ എല്ലാവരും അതൊക്കെ മറന്നുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു പണത്തിന് വേണ്ടി അല്ലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഏത് രീതിയിലും എന്ത് കാണിക്കാനും ഒരു നാണവും ഉളുപ്പുമില്ല. നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ ഇവരൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ കുടുംബവും, അതായത് എൻ്റെ ഭർത്താവും മക്കളും എൻ്റെ കുടുംബവും എന്നോടൊപ്പം ഉണ്ട്, പിന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ലെന്നാണ് ഇവരെ പോലുള്ള സ്ത്രീകൾ പറയുന്നത്. ഇവരുടെ കുടുംബത്തിന് പ്രശ്നമില്ല എന്ന് കരുതിയിട്ട് ഇത് കാണുന്ന എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ വലിയ ആൾക്കാർ മാത്രമല്ല ഫോണും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, കൊച്ചു കുട്ടികൾ വരെ മൊബൈലൊക്കെ എടുത്തു നോക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അഴിഞ്ഞാട്ടങ്ങൾ, സ്ത്രീകൾ കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകണം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ പോലും ഒരുപാട് സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ വഴി ഇതുപോലെ നഗ്നത പ്രദർശനം നടത്തി പണം ഉണ്ടാക്കുന്നുണ്ട്. മാസം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. യൂട്യൂബിലാണെങ്കിൽ മെമ്പർഷിപ്പ് ലൈവിലൂടെ പണം ഉണ്ടാക്കുന്ന സ്ത്രീകളുണ്ട്. ഫേസ്ബുക്കിലും ഉണ്ട് സബ്സ്ക്രിപ്ഷൻ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ്. ഈ കഴിഞ്ഞിടെ അശ്വനി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതുപോലെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി ഒരു മാസം 40 ലക്ഷം രൂപയാണ് അവർ ഏൺ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവർക്കെതിരായിട്ട് ഒരുപാട് പരാതികളും കാര്യങ്ങളൊക്കെ വന്നു. അവസാനം അവരുടെ അക്കൗണ്ട് അങ്ങ് പൂട്ടി. അവർ രണ്ടാമത് വേറെ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ അശ്വനിയെ പോലെ ഒരുപാട് സ്ത്രീകളുണ്ട് ഈ ഇൻസ്റ്റഗ്രാം വഴി സബ്സ്ക്രിപ്ഷൻ വഴി നഗ്നത കാണിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് നേരത്തെ ഒരു എന്താ പറയുക, ഒരു റൂമിൽ കയറി ഇരുന്നിട്ട് മോഡേൺ ഡ്രസ്സ് ഇട്ട് വരിക, അല്ലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കാണിക്കുക, സ്റ്റോറി ആയിട്ട് ഇടുക, റീൽസ് ആയിട്ട് ഇടുക, ലൈവിൽ വന്നിട്ട് ശരീരഭാഗങ്ങളൊക്കെ കാണിക്കുക. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് നല്ല പണമാണ് കിട്ടുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ട് ഒരുപാട് കുട്ടികൾ അതിലേക്കൊക്കെ വീണ് പോകുന്നുണ്ട്, വഴി തെറ്റി പോകുന്നുണ്ട്. ഈ കാണിച്ച് പണം ഉണ്ടാക്കുന്നവർക്ക് അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് പൈസ കിട്ടണം, അവർക്ക് അവരുടെ കുടുംബമാണ് വലുത്. എന്നിട്ട് ഈ ഇങ്ങനെ കാണിച്ച് ജീവിക്കുന്നവർക്ക് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ടാവും. കുടുംബം നോക്കാൻ വേണ്ടി, കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. എന്താ നമ്മൾ ഇതിനെയൊക്കെ പറയേണ്ടത്? ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഈ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെയൊക്കെ വീട്ടിൽ സ്ത്രീകളോ അല്ലോ കൊച്ചു കുട്ടികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ ഇമാതിരി അപരാധങ്ങളൊക്കെ കാണുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെ ഒരുപാട് കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ അവരുമൊക്കെ ഇമാതിരി ശരീര പ്രദർശനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ. എന്തിനു പറയണം, 15, 16 വയസ്സുള്ള അല്ലെങ്കിൽ 17, 18 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ ഒരുമാതിരി മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചാൽ അത് കാണാൻ ആളുണ്ട്, അതുകൊണ്ട് തന്നെ അതിലൂടെ നല്ല റീച്ച് കിട്ടും. ഇപ്പോൾ പല കുട്ടികളും ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അതിലും നല്ലത് മൊബൈൽ എടുത്ത് വെച്ചാൽ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുകയോ കുറച്ച് ശരീരം അങ്ങ് പ്രദർശിപ്പിച്ചാൽ മതിയല്ലോ. ശരീരഭാഗങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നല്ല റീച്ചാണല്ലോ. ഇത് കാണാനായിട്ട് തച്ചിനിരിക്കുന്ന കുറേ ഞരമ്പന്മാരുണ്ട്. അതായത് ഈ ലൈംഗിക വൈകൃതം പിടിച്ച കുറേ ആൾക്കാർ, അവരാണ് ഇതുപോലുള്ള സ്ത്രീകളെയൊക്കെ വളരാൻ അനുവദിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലുള്ള ഈ ഒരു അപരാധം സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തു മാറ്റണം. അതായത് സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കുന്ന എല്ലാ അവളുമാരുടെയും അക്കൗണ്ട് പൂട്ടണം. ഇൻസ്റ്റ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, എല്ലാത്തിൽ നിന്നും ഇതുപോലുള്ള അപരാധം കാണിക്കുന്ന അവളുമാരുടെ അക്കൗണ്ട് എടുത്ത് കളയണം. അതിലൊന്നാമത് നിന്നിരുന്നാണ് അശ്വനി എന്ന് പറയുന്നവൾ. അവളുടെ അക്കൗണ്ട് പൂട്ടി. അതിന് തൊട്ടു പിന്നാലെ ഇതുപോലെ ഏതൊക്കെ അവളുമാർ അപരാധം കാണിക്കുന്നുണ്ടോ എല്ലാ അക്കൗണ്ടും പൂട്ടണം. അങ്ങനെ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് അവരുടെ അവർക്ക് കാണിക്കാൻ ഒരു നാണോ മാനോ ഉളുപ്പുമില്ല. ഇതിൽ ഏറ്റവും വലിയ അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ വരെ സപ്പോർട്ടാണിത്. സ്വന്തം ഭാര്യമാരുടെ ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുകയാണ് ഭർത്താക്കന്മാർ ഉൾപ്പെടെ. എങ്ങനെ തോന്നുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊച്ചു കുട്ടികളുടെ അമ്മമാരുൾപ്പെടെ ഇമാതിരി ഇൻസ്റ്റഗ്രാമിലൊക്കെ സബ്സ്ക്രിപ്ഷൻ വഴി
പണം ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെയൊക്കെ ഒരു ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അന്തസ്സായിട്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നതെന്ന്. സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുന്നതാണല്ലോ അധ്വാനം. അതിലും അന്തസ്സുണ്ട്. എന്താ പറയുക, വ്യഭിചരിച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്ക് അതിലും അന്തസ്സുണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ അവളുമാർ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് പണം ഉണ്ടാക്കിയിട്ട് ആ പണം കൊണ്ടാണ് അവളുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് അരി വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചുണ്ടല്ലോ. പിന്നെ നമ്മളൊക്കെ എന്തോ വലിയ അപരാധം പറഞ്ഞു, അവരെയൊക്കെ എന്താ പറയുക, അവരെ മോശം പറഞ്ഞു എന്നൊക്കെ പറയണേ. അവർ കാണിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ഇവർക്കൊക്കെ ഇവരുടെ കുടുംബം നോക്കാനും കുട്ടികളെ നോക്കാനും വേണ്ടിയിട്ട് ഇമ്മാതിരി കാണിച്ച് അവർക്ക് പണം ഉണ്ടാക്കണം. പക്ഷെ ഇതൊക്കെ കണ്ട് എത്രയോ ആൾക്കാരാണ് വഴി തെറ്റുന്നത്, എത്രയോ കുട്ടികളാണ്, വളർന്നു വരുന്ന തലമുറ ഉൾപ്പെടെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില അപരാധങ്ങൾ. ഇതിനെതിരെ പ്രതികരിക്കാതെ വേറെ വഴിയില്ല. കാരണം നമുക്കുമൊക്കെ ഉണ്ട് മക്കള്, എല്ലാവർക്കും ഉണ്ട് മക്കള്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലുള്ള അപരാധങ്ങൾ കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഇതുപോലുള്ള കാണുന്ന അക്കൗണ്ടുകൾ, അത് ഇൻസ്റ്റ ആയിക്കോട്ടെ അല്ലെ ഫേസ്ബുക്കിലൊക്കെ ഇതുപോലെ ശരീരം പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കുന്നവളുമാരുടെ അക്കൗണ്ടൊക്കെ അങ്ങ് റിപ്പോർട്ട് അടിക്കുക. ആ ഒരു രീതിയിൽ പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നശിപ്പിക്കുകയാണ് അവളൊക്കെ വരും തലമുറയെ. എത്രയോ നല്ല രീതിയിൽ പണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിൽ പോലും യൂട്യൂബിൽ നല്ല വീഡിയോസ് ഇടാം, നല്ല റീൽസുകൾ ഇടാം അല്ലേ, കുക്കിംഗ് വീഡിയോസ്, ട്രാവൽ വ്ളോഗുകൾ, കോമഡി വീഡിയോസ്, അങ്ങനെയൊക്കെ എത്രയോ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് പണം ഉണ്ടാക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് ഞങ്ങളൊക്കെ സ്ഥിരം കാണുന്ന യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ സഞ്ജു ലക്ഷ്മി, അവരുടെയൊക്കെ വീഡിയോ എന്ത് രസമാണെന്നറിയാമോ കാണാനായിട്ട്. സഞ്ജു ലക്ഷ്മി, നീതൂസ് ക്രിയേഷൻ, ബബിത ബാബി, നമ്മുടെ എംഫോടെക്, അങ്ങനെയൊക്കെയുള്ള എത്രയോ നല്ല ചാനലുകളുണ്ട്. അവരുടെയൊക്കെ വീഡിയോ കാണാൻ തന്നെ എന്ത് രസമാണ്. അവരുമൊക്കെ നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് അവരൊക്കെ പണം ഉണ്ടാക്കുന്നത്. അല്ലാതെ കുറേ അവളമാരെ പോലെ സ്വന്തം ശരീരം തുറന്നു കാണിച്ചല്ല പണം ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഇതുപോലുള്ള സ്ത്രീകളുടെ അക്കൗണ്ടുകൾ വളരാൻ അനുവദിച്ചുകൂടാ. അത് നിർത്തലാക്കണം. അശ്വിനി എന്ന് പറയുന്ന അവളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടിയ പോലെ ഇതുപോലെ പണം ഉണ്ടാക്കുന്ന എല്ലാ അവളുമാരുടെയും അക്കൗണ്ട് പൂട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.